കുറച്ച് പോലും അധ്വാനിക്കാണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയാലോ, കുറച്ചല്ല നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയാലോ, അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ പണിക്കൊന്നും പോകാണ്ടിരുന്ന് അതേപോലെ തന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു ആപ്ലിക്കേഷനാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്റ്റുഡൻസ് ആണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും ജോലിയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ മണി ഏണിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് മണിയും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കാകെ വേണ്ടത് ഒരു മൊബൈൽ ഫോണും കുറച്ച് നെറ്റും മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വിക്ക് റിവ്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ക്വിക്കായിട്ടുള്ള ഒരു റിവ്യൂയിലെയും കാര്യങ്ങളൊക്കെ കിടക്കാം. ആപ്ലിക്കേഷൻ്റെ പേര് വരുന്ന ഹണി ഗെയിൻ എന്നാണ്. ഇപ്പോൾ പേര് കേട്ടപ്പോഴേ കുറേ പേർക്ക് ക്ലിക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളായിട്ടിരുന്ന് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ലിങ്ക് പതിവ് പോലെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും പോകുന്നത്. അവിടെ ക്ലെയിം $3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അതേപോലെ തന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ വിത്ത് ഇമെയിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും ടോപ്പിലായിട്ട് അവിടെ റെഫർ കോഡ് വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ $3 കിട്ടത്തില്ല. അപ്പോൾ അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും. അവിടെ ഡൗൺലോഡ് ഫോർ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഇവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ആക്കിയിരിക്കണം, അല്ലാണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഐഫോൺ യൂസുകാർക്ക് പറ്റത്തില്ല. നിങ്ങളുടെ ഫോൺ ഐഫോൺ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ബാക്ക് അടിച്ചേക്ക്, കാരണം പറ്റത്തില്ല. ആൻഡ്രോയിഡ് യൂസേഴ്സിനെ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹൗ ടു ഏൺ മണി എന്ന് പറഞ്ഞ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുക. ഷെയർ യുവർ ഇൻ്റർനെറ്റ് ആൻഡ് ജസ്റ്റ് ഏൺ. അതായത് നമുക്ക് മിച്ചം വരുന്ന കുറച്ച് ഡേറ്റയും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്തുകൊണ്ടാണ് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക്, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാകുന്നതെന്ന്, അവരെങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് തരുന്നത്. അതായത് നമ്മുടെ നെറ്റ്വർക്ക് ജസ്റ്റ് ഒരു ടവർ പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും, കുറേ ബിസിനസ്സുകാർക്കൊക്കെ അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ഈ ഡേറ്റ. അപ്പോൾ അതവർ യൂസ് ചെയ്യും, അതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അതേപോലെ തന്നെ ഏൺ മോർ ഓൺ ഓൾ ഡിവൈസ്. നമുക്കിത് ഒരു ഡിവൈസ് മാത്രമല്ല ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്യുന്നത്, കുറേ ഡിവൈസ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്. സെക്യൂറായ ആപ്ലിക്കേഷനാണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് ആരും പറഞ്ഞിട്ടില്ല, കാരണം വർഷങ്ങളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് ഏൺ, അതായത് വെറുതെ ഇരുന്ന് ഏൺ ചെയ്യുക. അപ്പം നമുക്കവിടെ യൂസ് മൊബൈൽ ഡേറ്റ എന്ന് പറഞ്ഞൊരു പെർമിഷൻ ചോദിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ മസ്റ്റായിട്ട് യെസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വൈഫൈ യൂസർ അല്ലെങ്കിൽ 5G യൂസർ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റയും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ ആ സെറ്റ് മൊബൈൽ ഡേറ്റ ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ, അതായത് ഒറ്റ ദിവസം നിങ്ങൾക്ക് എത്ര ഡേറ്റ കൊടുക്കാൻ പറ്റുമോ, എത്ര GB കൊടുക്കാൻ പറ്റുമോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ 5G യൂസറൊക്കെ ആണെങ്കിൽ അത് നോക്കുക, വേണ്ട അതങ്ങ് ഓഫാക്കി കിട്ടേക്ക്. അപ്പം നമുക്കിതാ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും. അവിടെ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിലായിട്ട് ഹാവ് ആൻ അക്കൗണ്ട് ലോഗിൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ലോഗിനെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ സൈറ്റിൽ കൊടുത്ത ആ ഒരു ഇമെയിലും പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക കേട്ടോ. അപ്പോൾ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊരു സൈൻ അപ്പ് ബോണസായിട്ട് 3000 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 3000 പോയിൻറ്റ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ $3. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് കൺഫേം മെയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിലിലേക്ക് ഒരു കൺഫേമേഷൻ കോഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, കൺഫേം ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനുശേഷം ആപ്ലിക്കേഷനിലേക്ക് റിട്ടേൺ വരിക. 3000 പോയിൻറ്റ്സ് സൈൻ അപ്പ് ബോണസായിട്ട് കിട്ടിയിട്ടുണ്ട്, അതായത് $3. അപ്പം നമുക്കവിടെ വിഡ്രോ വരുന്നത് വെറും $20 ആകുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം. അതായത് ഇനി ഏകദേശം ഒരു $17 കൂടെ സിമ്പിളായിട്ട് ഏൺ ചെയ്ത് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ സെല്ല് ചെയ്തുകൊണ്ടാണ് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ 5G യൂസർ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം തന്നെ ഒരു 100 GB അല്ലെങ്കിൽ 50 GB കൊടുത്ത് ഇപ്പം തന്നെ വിഡ്രോ ചെയ്യാം. അങ്ങനത്തെ സംഭവം ഒന്നും നടക്കൂല, കാരണം ഇവർ തന്നെയാണത് നിശ്ചയിക്കുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് ഒരു പെട്ടിയുടെ ചിഹ്നം കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും. അവർ എന്താ പറയുക, ജസ്റ്റ് 15 MB അവർ വലിച്ചെടുക്കും. അത് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് അവർ നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ പെട്ടിയൊന്ന് തുറന്ന് നോക്കിയാൽ മതി, അതിനകത്ത് എന്തെങ്കിലും പ്രൈസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അവർ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഏകദേശം 2-3 മണിക്കൂർ എടുക്കും 15 MB ഒക്കെ വലിച്ചെടുക്കാൻ. അപ്പോൾ അത്രയ്ക്ക് താമസിച്ച് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇന്ന് തന്നെ കയറി വിഡ്രോ അടിക്കലൊന്നും നടക്കത്തില്ല. അതോർത്ത് ആരും നിങ്ങൾ ഇരിക്കേണ്ട. മിനിമം ഒരു 2-3 ആഴ്ചയെങ്കിലും എടുക്കും വിഡ്രോ കിട്ടാൻ. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഒരാൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ സാധിക്കും. 10% കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും $5 $3 ഒക്കെ സൈൻ അപ്പ് ബോണസായിട്ട് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവിടെ റെഫർ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ ചെയ്യുക.
അപ്പോൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷനിൽ മെയിനായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾക്ക് പ്രത്യേകിച്ച് പണിയില്ല, ഇത്രേ ഉള്ളു സംഭവം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടാൽ മാത്രം മതി. പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അവിടെ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ദിവസം എത്ര ഡേറ്റ സെല്ല് ചെയ്തു അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഒരു GB ഒക്കെ, ഒരു ഒന്നല്ലെങ്കിൽ ഒരു 2-3 GB ഒക്കെ സെല്ലാവുള്ളൂ. നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെ ആയിക്കോളും. പിന്നെ അവിടെ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഷെയർ ഇൻ്റർനെറ്റ് ആൻഡ് ഏണെന്ന് ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഏറ്റവും അടിയിലായിട്ട് ക്ലോസ് ആപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതൊന്നും ക്ലോസ് ആക്കി ഇട്ടാൽ മതി. പിന്നെ ഈ ആപ്ലിക്കേഷൻ റൺ ആവത്തില്ല. പിന്നെ അത് വീണ്ടും റണ്ണ് ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സെറ്റിങ്സിൽ വന്ന് അത് എനേബിൾ ആക്കി ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് വേണ്ടപ്പോൾ യൂസ് ചെയ്യാം, വേണ്ടാത്തപ്പോൾ നമുക്ക് ഈ സംഭവം ഓഫ് ആക്കിയിടാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ വീണ്ടും വന്ന് ഓൺ ആക്കി ഇടുക. സംഭവം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ്റെ മെയിൻ സംഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ ആപ്ലിക്കേഷൻ എപ്പോഴും തുറന്നു വെക്കണമെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ബാക്കി അടിച്ച് റീസെൻ്റ് ആപ്പിൽ നിന്ന് കളയാണ്ടിരിക്കാൻ മാക്സിമം നോക്കുക. കാരണം റീസെൻ്റ് ആപ്പിൽ നിന്ന് കളയുമ്പോഴും കളയാത്തപ്പോഴും നമുക്ക് ആ പോയിൻറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആഡാവുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താണേലും ആഡാവും. നമുക്കവിടെ ഏറ്റവും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതായിരിക്കും. എന്താണേലും ആഡാവും. പക്ഷേ റീസെൻ്റ് ആപ്പിൽ സംഭവം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഡേറ്റയും കാര്യങ്ങളൊക്കെ അവർ വലിച്ചെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഉറപ്പില്ല, എൻ്റെ ഫോണിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഏതായാലും അങ്ങനെയാണ്. സോ നിങ്ങൾ റീസെൻ്റ് ആപ്പിൽ നിങ്ങൾ ഇട്ടിട്ട് ബാക്കി എല്ലാ യൂട്യൂബോ ഫേസ്ബുക്കോ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ എന്ത് വേണമെങ്കിലും പൊക്കുകൊള്ളുക. അപ്പോൾ അതേപോലെ തന്നെ ഉറങ്ങാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് ഡേറ്റ ഓൺ ആക്കി ആപ്ലിക്കേഷനിൽ കയറി അവിടെ നിന്ന് തന്നെ ക്ലോസ് ആപ്പ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിക്കൊള്ളുക. രാവിലെ എത്തുമ്പോഴത്തേനും നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ചയൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു $20-25 ഏൺ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഏകദേശം 2000 രൂപ അടുത്തോളം വരും. അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങളിതിനകത്ത് സ്പിൻ ചെയ്യേണ്ട, സ്ക്രാച്ച് ചെയ്യേണ്ട, റെഫർ ചെയ്യേണ്ട, അങ്ങനത്തെ വൃത്തികെട്ട സംഭവം ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പെട്ടിയുടെ കാര്യം. അപ്പോൾ ആ പെട്ടിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം 9, ഞാനിപ്പോൾ 10 മണിയോടെയാണ് ഞാൻ ഈ സംഭവം വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം 11:50 55 ആയപ്പോൾ നമുക്ക് ആ പെട്ടി, അതായത് 15 MB അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പെട്ടിയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കോയിൻസും കാര്യങ്ങളൊക്കെ, അതായത് എന്താ പറയുക, നമ്മുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി വന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് കോയിനും കാര്യങ്ങളൊക്കെ, അതായത് നല്ല എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു പെട്ടിക്കകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും. നമുക്കവിടെ കൺഗ്രാറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കവിടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയുള്ള ആപ്ലിക്കേഷൻ ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു വർക്കും ഇല്ല, ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടാൽ മാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ റീസെൻ്റ് ആപ്പിൽ കിടന്നോർത്ത് യാതൊരു കുഴപ്പമില്ല, ക്ലോസ് ചെയ്തെന്നോർത്ത് കുഴപ്പമില്ല. കോയിനും കാര്യങ്ങളൊക്കെ, അതായത് അവർ MBയും കാര്യങ്ങളൊക്കെ തന്നെ വലിച്ചെടുത്തോളൂ. നിങ്ങൾ അല്ലാണ്ട് ഇതിനെ സെറ്റിങ്സിൽ പോയിട്ട് ക്ലോസ് ചെയ്യാണ്ടിരുന്നാൽ മാത്രം മതി. അല്ലാണ്ട് നിങ്ങൾ ക്ലോസ് അപ്പ് ചെയ്ത് വേറെ സൈറ്റിലൊക്കെ പോവോ അതുപോലെ തന്നെ വേറെ വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്നോർത്ത് യാതൊരു കുഴപ്പമില്ല. കോയിനും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ആടാവുന്നതായിരിക്കും. വിഡ്രോ ചെയ്യാനായിട്ട് മോർ ഓപ്ഷനിലേക്ക് വരിക. അവിടെ നമുക്ക് പേ ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പേ ഔട്ടിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അത് $20 ആകുമ്പോഴേ എനേബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് പേപാലിലേക്ക് അതേപോലെ തന്നെ ക്രിപ്റ്റോ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും $20 ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായ ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ഫോണിൽ ഇൻസ്റ്റാൾ ആക്കി വെച്ചാൽ മാത്രം മതി. നല്ലൊരു ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല മില്യൺസ് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനും കൂടെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ തുടർന്ന് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഔട്ട്. ബൈ.